IPLGCയുടെ ഔദ്യോഗിക റിലീസ് അനുസരിച്ച് 6 നിലനിർത്തലുകളിൽ ഒരെണ്ണമെങ്കിലും ഒരു അൺക്യാപ്ഡ് കളിക്കാരനായിരിക്കണം. ബാക്കിയുള്ള 5 പേർ ഇന്ത്യക്കാരോ വിദേശികളോ ആകാം. നേരിട്ടുള്ള നിലനിർത്തൽ, റൂട്ട് വഴിയോ RTM ഓപ്ഷനുകൾ എന്നിവയുടെ സംയോജനത്തിലൂടെയോ ഒരു ടീമിന് 6 കളിക്കാരെ പിടിക്കാനാകും. 5 കളിക്കാരെ നിലനിർത്താൻ ഒരു ടീമിന് താൽപ്പര്യമുണ്ടെങ്കിൽ ആദ്യ 3 നിലനിർത്തലുകൾക്ക് അവർക്ക് യഥാക്രമം 18 കോടി, 14 കോടി, 11 കോടി രൂപ ചിലവാകും. മൊത്തത്തിലുള്ള 120 കോടി രൂപ. കഴിഞ്ഞ വർഷത്തെ ലേലത്തിൽ നിന്ന് 20 കോടി രൂപ. അവസാന 2 പിക്കുകൾക്ക് ഫ്രാഞ്ചൈസികൾ 18 കോടിയും 14 കോടിയും നഷ്ടമാകും. കൃത്യമായി പറഞ്ഞാൽ 5 താരങ്ങളെ നിലനിർത്താൻ തീരുമാനിച്ചാൽ 45 കോടി രൂപയുമായി ഒരു ടീം ലേലത്തിലിറങ്ങും. കൂടാതെ ഒരു ഫ്രാഞ്ചൈസിക്ക് പരമാവധി 2 അൺക്യാപ്ഡ് കളിക്കാരെ നിലനിർത്താം. BCCI റിലീസ് പ്രകാരം IPLൽ ഒരു അൺക്യാപ്ഡ് കളിക്കാരന് 4 കോടി രൂപയ്ക്ക് ശമ്പള പരിധിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. IPL 2008 ഏർപ്പെടുത്തിയ ഒരു നിയമം തിരികെ കൊണ്ടുവരാനും തീരുമാനിച്ചു. കുറഞ്ഞത് 5 വർഷം മുമ്പ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ കളിക്കാരെ അൺക്യാപ്ഡ് കളിക്കാരനായി ലേലത്തിന് പോകാൻ അനുവദിക്കുന്നു. ഒരിക്കലും ഉപയോഗിക്കാത്ത ഈ നിയമം 2021 റദ്ദാക്കിയിരുന്നു. എന്നാൽ അൺക്യാപ്ഡ് കളിക്കാരെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയിൽ നിയമം പുനരുജ്ജീവിപ്പിക്കുകയാണെന്ന് IPL ഫ്രാഞ്ചൈസികളെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണമെങ്കിൽ ഫ്രാഞ്ചൈസി ഇതിഹാസം MS ധോണിയെ അൺക്യാപ്ഡ് കളിക്കാരനായി നിലനിർത്താം. IPL 2022 മെഗാലേലത്തിൽ 12 കോടി രൂപയ്ക്ക് CSKയുടെ രണ്ടാമത്തെ തിരഞ്ഞെടുക്കപ്പെട്ടയാളായിരുന്നു ധോണി. ജൂലൈയിൽ 43 വയസ്സ് തികഞ്ഞ ധോണി 2020 ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിരമിച്ചതിനു ശേഷം IPLൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. ധോണി ഇനി അൺക്യാപ്ഡ് പ്ലെയറായി റിട്ടൈൻ ചെയ്യപ്പെട്ടാൽ ധോണിക്ക് 4 കോടിയായിരിക്കും പ്രതിഫലമായി ലഭിക്കുക. അതായത് നിലവിലെ പ്രതിഫലത്തിൽ നിന്നും 66.67% കുറവായിരിക്കും ധോണി അടുത്ത സീസണിൽ ചെന്നൈക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ ലഭിക്കാനിടയുള്ള പ്രതിഫലം. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.